നമസ്കാരം. ഒരു വീട്ടിൽ വളരെയധികം സസ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ സസ്യങ്ങൾ വളരെ മനോഹരമായിരിക്കാം. വീടിന്റെ മനോഹാരിത കൂട്ടുന്നതിനായാണ് പലപ്പോഴും ഇപ്രകാരം പലരും ചെയ്യുന്നത്. എന്നാൽ ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാനും അവ നിലനിർത്തുവാനും സന്തോഷവും സമാധാനവും നിലനിർത്തുവാനും പ്രത്യേകമായ ചില സസ്യങ്ങൾ വീടുകളിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. വാസ്തുപ്രകാരം ചില ചെടികൾ വീടുകളിൽ നടുന്നത് ഏറ്റവും ശുഭകരമാണ്. വാസ്തുപ്രകാരം പരാമർശിക്കുന്ന ചെടികൾ നടുന്നത് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ചില ഭൂമിയിൽ സസ്യങ്ങൾ നട്ടാൽ അവ പൂക്കണം എന്നില്ല, അഥവാ ആ സസ്യം പിടിച്ചു വരണം എന്നില്ല. അത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ദോഷഫലത്താലോ ആ വീടുകളിലെ നെഗറ്റീവ് ഊർജത്താലോ ആകാം. എന്നാൽ ചില വ്യക്തികളുടെ വീടുകളിൽ ധാരാളമായി സസ്യങ്ങൾ പൂവിടുന്നതാണ്. അത് ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇത്തരത്തിൽ ശംഖുപുഷ്പം നൽകുന്നതായ ചില പ്രധാനപ്പെട്ട സൂചനകളെക്കുറിച്ച്, ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശംഖുപുഷ്പത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ശംഖുപുഷ്പത്തിന്റെ ഐതിഹ്യവും പറയേണ്ടത് അനിവാര്യമാണ്. ശുക്രാചാര്യരാണ് ഭൂമിയിലേക്ക് ഈ സസ്യം കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം. ശംഖുപുഷ്പം 2 നിറങ്ങളിലാണ് ഉള്ളത്, നീല നിറവും വെള്ള നിറവും. ഇതിൽ നീല ശംഖുപുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ശാസ്താപ്രീതിക്കും പരമശിവന്റെ പ്രീതിക്കും ലക്ഷ്മി പ്രീതിക്കും കൂടാതെ വരാഹിദേവിയുടെ പ്രീതിക്കും ഏറ്റവും ഉത്തമമായ സസ്യം കൂടിയാക്കുന്നു. ഈ ദേവതകൾക്ക് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അനുഗ്രഹം എളുപ്പം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങൾ ശംഖുപുഷ്പം നൽകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളാണ്, സൂചനകളാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിൽ ഇവ വളരുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ ദിശകളിൽ തനിയെ ശംഖുപുഷ്പം മുളച്ചു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ശംഖുപുഷ്പം നൽകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ആ വീടുകളിൽ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഈ ദിശകളിൽ ഇവ വളരുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. മഹാഭാഗ്യം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ 1, 3, 5, 7 തുടങ്ങിയ ഒറ്റ സംഖ്യകളിൽ ഇവ പൂക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. കാരണം ഇത്തരത്തിൽ സംഖ്യകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ ഇവ ഇപ്രകാരം പൂക്കുന്നതിലൂടെ ശംഖുപുഷ്പം നൽകുന്നത് പ്രധാനപ്പെട്ടതായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയാകുന്നു. അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇരട്ട സംഖ്യയിൽ ഇവ പൂക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. എന്നാൽ തടസ്സങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. വിജയങ്ങൾ നേടുവാൻ സാധിക്കും. എന്നാൽ പലവിധ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഒറ്റ സംഖ്യയിൽ ഇവ പൂവിടുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം, നല്ല സമയം ആരംഭിച്ചിരിക്കുന്നു എന്ന ശുഭ സൂചനയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം, വിശേഷമാകുന്നു. മറ്റൊന്ന് നിറവുമായി ബന്ധപ്പെട്ടാണ്. കടും നീല നിറത്തിലുള്ളവയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ്. ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇവ ധാരാളമായി പൂക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ശംഖുപുഷ്പം ഇപ്രകാരം പൂക്കൂ. അതാണ് വാസ്തവം. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വര ചൈതന്യത്തെ
ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയാകുന്നു. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം, അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ, മനസ്സ് നിറയുന്നതായ സാഹചര്യങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാലോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. നിത്യവും ഇവ പൂവിടുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. പ്രധാനമായും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് അർത്ഥമാക്കുന്നത്. സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന്റെ സൂചനയാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നർത്ഥമാക്കാം. തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കാം. തടസ്സങ്ങൾ അകലുകയും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു. കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരാം. സന്താന സൗഖ്യത്തെയും ഇവ സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. സർവ ഐശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക. ഒരു ചെടിയിൽ തന്നെ അനേകം പൂക്കൾ വിരിക്കുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. പലരുടെയും വീടുകളിൽ ഇപ്രകാരം സംഭവിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഈ പുഷ്പം, വീടുകളിൽ വിരിഞ്ഞിരിക്കുന്നതായ ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്രമേൽ വിശേഷമാകുന്നു. പ്രത്യേകിച്ചും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ വളരെ ശുദ്ധിയോടെ വാഴയിലയിൽ പൊതിഞ്ഞ് ഭഗവാന് അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരുവാനോ ആ ദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാനോ സഹായകരമായി തീരും. നിത്യവും ദർശനത്തിനായി പോകുമ്പോൾ ഇപ്രകാരം സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ പോകുന്നതായ അവസരത്തിൽ സമർപ്പിക്കുന്നതോ ശുഭകരം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇപ്രകാരം നിങ്ങൾ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ്. തിങ്കളാഴ്ച ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ വിശേഷം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. എന്നാൽ പ്രധാനമായും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവതയുടെ മന്ത്രങ്ങൾ കൂടി ആ സമയം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.